മുമ്പിലേക്ക് കയറിയിരുന്നാൽ കുറച്ചുകൂടെ നല്ല എല്ലാവർക്കും. വെറ്റിലപ്പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെറ്റിലപ്പാറയിൽ ഒരു കുടിയേറ്റ കേന്ദ്രം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാന്ന് പറയുന്നത് പലരും എന്നോട് ചോദിച്ചു, ഇത് വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾ തുടങ്ങാതെ ഒന്നും വിജയിക്കുമോ അല്ലെങ്കിൽ വിജയിക്കാതിരിക്കുമോ എന്നൊക്കെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതൊന്ന് തുടങ്ങുക ചെയ്തത്. അപ്പൊ ഞങ്ങളൊരു ടീമാണ്. ആ ടീമിൽ എല്ലാവരും ഇവിടെ ഇല്ല. എന്നിരുന്നാലും ഒരു ടീം വർക്കായിട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നമ്മളുടെ സ്ഥാപനമായിട്ട് എല്ലാവരും കണക്കാക്കണം. ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഹിസ് എക്സലൻസി റൈറ്റ് റവറൻഡ് ഡോക്ടർ രമേശ് എസ് ജനാനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഹാർദവമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വികാരിയച്ഛനുണ്ട്. വികാരിയച്ഛൻ എന്നൊരു കുർബാന ഉള്ളതാണ്, അത് മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വികാരിയച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ, അരുണച്ഛനെയും സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലം ചാത്തമംഗലത്തുള്ള യഥിനി, കോഴിക്കോട് ജില്ലയിലെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് നിർദാസ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണിയാണ്. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു എതിർപ്പും കൂടാതെ പുള്ളി വരാമെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തെ വളരെ അർത്ഥവുമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മെമ്പർമാരുണ്ട്, ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഷീർ മെമ്പറുണ്ട്, ദീപ മെമ്പറുണ്ട്, ഓടക്കേത്തെ മെമ്പർ വന്നിട്ടുണ്ട്. വിളിച്ചവരെ ഒരാൾക്ക് മാത്രമേ അസൗകര്യം എന്ന് പറഞ്ഞുള്ള അവിടെ എന്തോ ഗ്രാമസഭയുണ്ട്. അതുകൊണ്ട് മെമ്പർമാരെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഞാൻ വിളിച്ച ആൾക്കാരിൽ കുറെ പേർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം പലരും ഈ ഡിസാസ്റ്ററിന്റെ കാര്യം കൊണ്ട് പല വഴിക്കും പോയിട്ടുണ്ട്. അതൊരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണല്ലോ, ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനിത് മൈക്ക് ഒക്കെ കെട്ടി ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അനൗൺസ് ഒക്കെ ഒഴിവാക്കി പുറത്ത് വെച്ചിട്ട് പോലും ഒരു അനൗൺസ് ഇല്ലാതെ ഈ ഹാളിനുള്ളിൽ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ ലളിതമായ രീതിയിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പുറത്തേക്ക് നോട്ടീസ് ഒഴികെ വേറെ യാതൊരു സംഭവങ്ങളും കൊടുത്തിട്ടില്ല. നോട്ടീസ് കുറെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വലിയ രീതിയിലുള്ള ഒരു ആർഭാടമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ സാഹചര്യത്തിൽ നമുക്കിത് ഉദ്ഘാടനം ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ബേബി മാഷുണ്ട്, കുര്യാക്കോസുണ്ട്, പിന്നെ വ്യാപാരി വ്യവസായിയുടെ ഏറനാട് പ്രസിഡന്റ് അൽമായ റസാഖുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയനായ കുഞ്ഞാക്ക NK ഷൗക്കത്തിലുണ്ട്. ഇവരെല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേര് എനിക്ക് മുഖപരിചയം ഇല്ലാത്തവരുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും മുഖപരിചയം ഇല്ലാത്തവരുണ്ട്. എല്ലാവരെയും, ഞാൻ വിളിച്ചവരെയും അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, സുഹൃത്തുക്കളെയും ഈ നാട്ടുകാരെയും എല്ലാവരെയും, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഫാക്കൽറ്റി ഡോക്ടർമാരുണ്ട്, ആ ഡോക്ടർമാരെയും അതുപോലെ തന്നെ മോറോവർ എല്ലാത്തുപരിയായിട്ട് എനിക്ക് ടെക്നിക്കൽ സപ്പോർട്ടും എന്നെ സഹായിക്കുകയും ചെയ്തിരിക്കുന്ന ഡോക്ടർ ജയേഷ് ഉണ്ട്. എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഷിജോ ആൻ്റണിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. രണ്ടിലും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച താമരശ്ശേരി രൂപതയുടെ അഭിവൃദ്ധിയ പിതാവ് ജി.എസ്. ഇഞ്ചനാരി, നമ്മുടെ വെട്ടപ്പാറ വികാരിയച്ഛൻ ഫാദർ അരുൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എൻ.കെ. ഷൗക്കത്തിരിയാക്ക, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വെട്ടിലപ്പാറ വാർഡ് മെമ്പർ ദീപാരജിദാസ്, എടക്കാട്ടുപറമ്പ് വാർഡ് മെമ്പർ മുഹമ്മദ് ബഷീർ, ഒടക്കയം വാർഡ് മെമ്പർ ജിനേഷ്, അതുപോലെ ബേബി മാഷ്, കുര്യാക്കോസിയാട്, നമ്മുടെ വ്യാപാരി വ്യവസായി ഏറനാട് യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള അൽമോയ റസാഖ്, പ്രിയപ്പെട്ട ഡോക്ടർമാർ, സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ സാറ്, പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ കുടിയേറ്റ മേഖലയായ വെറ്റിലപ്പാറയിൽ ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ എല്ലാവരും മടിച്ചു നിൽക്കുമ്പോൾ ധൈര്യത്തോടുകൂടി അതിൻ്റെ സാമ്പത്തികമൊക്കെ മുടക്കി മുൻപോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ധൈര്യം തന്നെയാണ്. കാരണം ഇന്ന് ഏത് സംരംഭം തുടങ്ങണമെങ്കിലും ആദ്യം എല്ലാവരും ഒന്ന് ആലോചിക്കും, അത് വിജയിക്കുമോ. 100 അഭിപ്രായങ്ങൾ എല്ലാവരും പറയും. അത് കേൾക്കുമ്പോൾ പുറകോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ആ ഒരു സമയത്താണ് പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജയേഷ് ഉൾപ്പെടെയുള്ള ടീം, നമുക്കറിയാം, നമ്മുടെ പെരട്ടമ്മൽ ആദ്യം ഒരു കാട്ടുകുളങ്ങരയുടെ തുടങ്ങിയത്, അതിനുശേഷം കുറ്റൂടിലൊക്കെ ആരംഭിച്ചു. ഒരു ടീമായി ഒപ്പം നിന്നുകൊണ്ട് എല്ലാ സഹകരണങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വെറ്റിലപ്പാറയിൽ നമുക്കറിയാം, പല വികസനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ വന്ന് ധാരാളം പേർക്ക് ജോലി സാധ്യതയുള്ള ഈ ഒരു മേഖല തിരഞ്ഞെടുത്ത് ഒരുപാട്, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ജോലിയില്ലാതെ ഒരുപാട് നമ്മുടെ കുട്ടികൾ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങുന്നത്. അത് എല്ലാ രീതിയിലും വിജയിക്കണം. അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുൻപോട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ച് നല്ല ഒരു സംരംഭമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ഒരു സംരംഭത്തിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന സെബാസ്റ്റ്യൻ സാറിൻ്റെ ഒപ്പമുള്ള ടീം അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു നമ്മുടെ ഉദ്ഘാടന പിതാവ് കൗച്ചോന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിലേക്ക് പിതാവിനെ ക്ഷണിക്കുകയാണ്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജോ ആൻ്റണി, നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ വികാരിയച്ഛൻ അരുണച്ചൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വെറ്റിലപ്പാറ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്കുള്ളത്. ഒരു പുതിയ സ്ഥാപനം നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. അത് എല്ലാവർക്കും ആഹ്ലാദം നൽകുന്നതാണ്. അതൊരു വളർച്ചയുടെ അടയാളമായി നാം അതിനെ കണക്കാക്കും. ഈ പ്രദേശത്ത് പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഒരു വളർച്ചയുടെ അടയാളമാണല്ലോ. തീർച്ചയായിട്ടും സാധ്യതകൾ തുറക്കപ്പെടുകയാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ. അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതിന് നേതൃത്വം നൽകിയ ഇതിൻ്റെ എല്ലാവരെയും, പ്രിയപ്പെട്ട രാജുവിനെയും
കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതെന്ന് ആരംഭത്തിലെ സൂചിപ്പിച്ചു. പലരും പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചു. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ എല്ലാവർക്കും വരമില്ല. എന്നാൽ ചില വ്യക്തികൾക്ക് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഉള്ള കരുത്തുണ്ട്. അവർ അങ്ങനെ ഏറ്റെടുക്കുന്ന വെല്ലുവിളികളാണ് പിന്നീടുള്ള ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ സാമൂഹികമായ മാറ്റങ്ങൾക്ക് നിദാനമായി തീരുന്നതെന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു സംരംഭവും ആരംഭിക്കുമ്പോൾ എല്ലാവരും അതിനെ പിന്തിരിപ്പിക്കും. ഇതിനാവശ്യമില്ല, ഇത് പരാജയപ്പെടാനല്ലേ സാധ്യതയുള്ളൂ എന്ന്. അതിൽ ധീരരായിട്ടുള്ള വ്യക്തികൾ ആ രംഗത്തേക്ക് ശക്തമായിട്ട് കടന്നു വരും. അത് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ പരീക്ഷിക്കുവാനുള്ള ഒരു മനസ്സ്, അത് പ്രത്യേകിച്ച് പൊരിയത്ത് കുടുംബത്തിന് ഇവിടെ സ്നേഹമുള്ള പിതാവ്, ഇവിടെ നമുക്ക് ഏവർക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പൊരിയത്ത് സാറ്, ഈ ഹോസ്പിറ്റലിലൂടെ വരുന്നവരെ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഡോക്ടർ. ഇവിടെയുള്ള എല്ലാവർക്കും ചികിത്സ നൽകുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും ചെല്ലുമായിരുന്നു. വളരെ സുസ്മേരവതനായി എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി മാനസികവും ശാരീരികവുമായി സൗഖ്യം നൽകാനുള്ള കൃപ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ നാടിന് ഒരു വലിയ ആശ്വാസമായി അദ്ദേഹം ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്നവരെ ഇവിടെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. അത് അത്തരമൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അതൊരു വെല്ലുവിളിയാണല്ലോ. അതാണ് ഈ പ്രിയപ്പെട്ട മക്കള് തുടരുന്നത്. പ്രത്യേകിച്ച് രാജു ഒരുമിച്ച് ചേർന്ന് കുടുംബാംഗങ്ങൾ മക്കളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒരു വെല്ലുവിളി അതിൻ്റെ പിന്നിലുണ്ട്. അത് ധീരരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്, അവർക്ക് കഴിയുന്നതാണ്. നൽകിയിരിക്കുന്ന പേര് എത്രയോ മനോഹരമാണ്, ആൽഫ. അത് ഗ്രീക്ക് ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ്, നമുക്കറിയാം. ആൽഫ, ആദ്യത്തെ തന്നെ, ഫസ്റ്റ്. അത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് ഇത്ര മനോഹരമായ പേര് നൽകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആകട്ടെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പറയുക. വളരെ സന്തോഷത്തോടും ചരിതാർത്ഥ്യത്തോടു കൂടി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിന് പ്രാർത്ഥന വഴി ഇതിൽ പങ്കാളിയാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. എന്നെ അദ്ദേഹം വിളിച്ചപ്പോൾ തിരക്കിട്ട പരിപാടികളാണ്, എങ്കിലും അതിന് സമയം ഈ വൈകുന്നേരം കണ്ടെത്തി വരാൻ എനിക്ക് കഴിഞ്ഞത് തന്നെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. അതിന് പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സംഭാവന കൂടിയുണ്ട്. ആയുർവേദം, ആ മേഖല എപ്പോഴും അതിനും സാധ്യതകളുണ്ട്. അവിടെ തൊഴിൽ സാധ്യതകൾ തുറക്കുകയാണ്. ഇപ്പോൾ ഈ പ്രിയപ്പെട്ട ഈ കുടുംബം നമുക്ക് നൽകുന്നത് ആളുകൾക്ക് എങ്ങനെയാണ് തൊഴിൽ നൽകാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ആരംഭിക്കുമ്പോൾ അതൊരു സേവന രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ് കൂടിയാണ്. സൂചിപ്പിച്ചതുപോലെ തൊഴിലില്ലാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് പഠിക്കാനും അതുപോലെ മറ്റു രംഗത്തേക്ക് കടന്നു പോകാനൊക്കെ അവർക്ക് സാധിക്കും. തൊഴിൽ നൽകാനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കുമെന്നുള്ളത് നിസ്സാരമായ കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രവർത്തിക്കാൻ കടന്നു വരുന്ന എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കും. അവർക്ക് അത്യാവശ്യം ശമ്പളമെല്ലാം ലഭിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ അവർക്ക് നൽകുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം അതെല്ലാം അങ്ങനെ ഈ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സംഭാവനയാണ് ഈ കുടുംബം ഇവിടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമ്പോൾ. ഇത് നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ജോബ്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് നമുക്കറിയാം ഇതിലൂടെ. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ നന്നായിട്ടുള്ള വളർച്ചയിൽ നമുക്ക് ഈ പ്രദേശത്തിന് തന്നെ ഒരു ശക്തിയായിട്ട് തീരും. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. സ്ഥാപനം നന്നായിട്ട് നടക്കുമ്പോൾ വിദൂര ദേശത്ത് നിന്ന് പോലും ആളുകൾ വരും. അങ്ങനെയാണല്ലോ നമ്മുടെ ആളുകളെല്ലാം എത്രയോ ദൂരെ പോയാണ് പഠിക്കുന്നത്. സാധ്യതകൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്വന്തം സ്ഥലമെല്ലാം വിട്ട് വേറെ സ്ഥലത്ത് പോയി പഠിക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൂരദേശത്ത് നിന്ന് ആളുകളിലൂടെ പഠിക്കാൻ വരും. അത് മറ്റ് തൊഴിൽ സാധ്യതകൾ തുറന്നു കിട്ടും.
അങ്ങനെ ഈ പ്രദേശം നൽകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ പേര് ആൽഫ എന്നുള്ളതാണ്. ഇതിൻ്റെ ആരംഭമാണ്, ആദ്യത്തെ ഫസ്റ്റ്. അതിന് മറ്റുള്ളവർക്ക് മാതൃകയാണ്. അങ്ങനെ കഴിയുന്ന വിധത്തിലുള്ളതൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇതുപോലെ ചിന്തിച്ചാലാണ് ഒരു പ്രദേശം വളരുക, മുന്നോട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത തുറന്നു കിട്ടുക. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ആരംഭിക്കാൻ നേതൃത്വം നൽകിയ ഈ രാജു, മോളി, കുടുംബാംഗങ്ങൾ, മക്കള്, അവരോട് ചേർന്ന് നിൽക്കുന്നവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പിന്തുണയാണ്, സഹകരണമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥാപനം വളരും. ഇതിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പിന്തുണയും സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടാകുമെന്ന് കൂടി ഞാൻ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. നമുക്ക് ഈ സ്ഥാപനം എന്നും ഒരു തിലകക്കുറിയായി, നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനമായി വളരട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിക്കുന്നു, ആശംസ അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവ്, വേദിയിലും സദസ്സിലുമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിയത്ത് സാറ് ഈ നാടിൻ്റെ സൗഖ്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് പേരുടെ സംസാരത്തിൽ നിന്നും ഞാനത് കേട്ടിട്ടുണ്ട്. പിതാവ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ആ കുടുംബത്തിൽ നിന്നും അടുത്ത തലമുറ ഈ നാടിന് മറ്റൊരു തരത്തിൽ ആരോഗ്യം പ്രദാനം ചെയ്യുവാനും അനേകരുടെ കുടുംബത്തിന് സന്തോഷം പകരുവാനും ഒക്കെയായിട്ട് മറ്റൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്. രാജു സാറിൻ്റെയും മുളിച്ചേച്ചിയുടെയൊക്കെ നേതൃത്വത്തിൽ ആ കുടുംബം ഒന്നാകും, മക്കളും അപ്പനും അമ്മയും കൂടെ ചേർന്ന് ഈ നാടിൻ്റെ വളർച്ചയിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകുവാനായിട്ട് സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് ഇതിലെ വന്ന് ഇതെല്ലാം കാണുകയും ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തൊക്കെ കടന്നുപോയതാണ്. ഈ വെറ്റിലപ്പാറ എന്ന് പറയുന്ന കുടിയേറ്റ പ്രദേശത്തെ നാടിൻ്റെ വളർച്ചയിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുവാൻ ഏറ്റെടുത്തിരിക്കുന്ന ചങ്കൂറ്റത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യം പലരും ചോദ്യചിഹ്നമായിട്ട് ഉയർത്തുമ്പോൾ പോലും ആ ചോദ്യചിഹ്നത്തിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇത് ആൽഫ എന്ന പേരോടുകൂടി തുടക്കം കുറിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രവർത്തന മണ്ഡലത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. വേദിയിലും സദസ്സിലുമായിട്ടൊക്കെ ഇരിക്കുന്നവർ ഇതിന് പിന്തുണ ആഗ്രഹിച്ചുകൊണ്ടും ഇത് നന്നാകണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നവർക്ക് തന്നെയാണ്. അവരുടെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ ആയിരിക്കുന്നത്. ഇത് ഈ നാടിന് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഈ പ്രവർത്തനവും ഈ നാടിന് കൂടുതൽ ഉന്മേഷം പകരുന്ന പ്രവർത്തന മണ്ഡലങ്ങളുമായി രൂപപ്പെടട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പ്രത്യേകം പൊരിയത്ത് കുടുംബത്തിൻ്റെ ഈ മഹനീയമായ പ്രവർത്തനത്തെ മക്കളുടെ സാന്നിധ്യം ഇവിടെയില്ല, അവർക്ക് വേണ്ടി കൂടി ഈ മാതാപിതാക്കളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് യദുനി ആയുർവേദിക് ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഡോക്ടർ മുഹമ്മദ് മർദാസ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം നമുക്ക് ആയുർവേദത്തെക്കുറിച്ച് ഒരു ചെറിയ പ്രഭാഷണം നടത്തുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ആയുർവേദത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു വലിയൊരു പ്രയത്നത്തിന് ഞാൻ മുതിരുന്നില്ല. എങ്കിൽ പോലും നമ്മളെ ഈ ആയുർവേദ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ തുടങ്ങുക എന്ന് പറയുമ്പോൾ അപ്പം അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ളവർ, ഈ ലൊക്കാലിറ്റിയിലുള്ളവർ അറിയുന്നത് നല്ലതാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ 3 മാസം 4 മാസം മുമ്പ് ദുബൈയിൽ UAE പോയപ്പോൾ, നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ, അവിടെ UAE ഒരുപാട് ആയുർവേദ സെൻ്ററുകളാണ്, ഇഷ്ടംപോലെ ആയുർവേദ സെൻ്ററുകളാണ്. അപ്പോൾ അവിടത്തേക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരിടുന്നൊരു പ്രശ്നം, ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആയുർവേദ മസാജ് ഇതുപോലെ ചെയ്യേണ്ട ആളുകളുടെ അഭാവം വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഈ മാനേജ്മെൻറ്റിനോട്, നമ്മൾ നടത്തുന്ന കോഴ്സ് നിർബന്ധമായിട്ടും ഗവൺമെൻറ് അംഗീകൃതമായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് വളരെയധികം പ്രാധാന്യം ഇന്ന് വിദേശങ്ങളിലുണ്ട്. ഗവൺമെൻറ് അംഗീകൃതമാണെങ്കിൽ PSCക്കും അതോടൊപ്പം തന്നെ MOH മിനിസ്ട്രി ഓഫ് ഹെൽത്ത് പോലെയുള്ള അല്ലെങ്കിൽ DHA പോലെയുള്ള എക്സാമുകൾ എഴുതി അവർക്ക് നല്ല രീതിയിലുള്ള നല്ല സാലറിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി സാധ്യതകൾ ആയുർവേദ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് പലപ്പോഴും പല രീതിയിലുള്ള രോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കുന്ന ഒരാളെന്ന നിലക്ക് നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു തെറാപ്പികൾ ചെയ്യാൻ രോഗിക്ക് വേണ്ട അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ട പ്രത്യേക ചികിത്സകൾ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന പല രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എന്നൊക്കെ പറയും. അപ്പം അതിൽ നമ്മുടെ അഭ്യംഗം പോലെയുള്ള മസാജ് പോലെയുള്ള കിഴികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും പല പേരുകളൊക്കെ. സോ കിഴികളുണ്ട്, മസാജ്, അഭ്യംഗം പോലെയുള്ള ചികിത്സാ രീതികളുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ചികിത്സാ പദ്ധതികളുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഈ ചികിത്സാ പദ്ധതികളൊക്കെ നടപ്പിൽ ചെയ്യുന്നത്, ഒരു രോഗിയിൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഈ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റുകളായിരിക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെറാപ്പിസ്റ്റുകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ തെറാപ്പിസ്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ആ ശരീരഘടനയെക്കുറിച്ചുള്ള ആ രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രോഗിക്ക് അതൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും പഠിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായി പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങോട് കൂടി ഒരു ഉദ്യോഗാർത്ഥി വന്ന് അല്ലെങ്കിൽ ഒരു കുട്ടി വന്ന് അത് പഠിച്ചിറങ്ങി അവർ ജോലിക്കിറങ്ങുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്, അവർ പഠിച്ച് ട്രെയിൻ ചെയ്തതിൻ്റെ ആ ഒരു നേട്ടം അല്ലെങ്കിൽ ബെനിഫിറ്റ് അവർക്ക് അവരുടെ തെറാപ്പികളിൽ അല്ലെങ്കിൽ അവരുടെ അവർ ചെയ്തിരുന്ന പ്രൊസീജിയേഴ്സിൽ അവർക്കത് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥാപനമായി മാറട്ടെ നമ്മുടെ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ആയുർവേദ പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തുടങ്ങുന്നു. നമുക്ക് എവിടെ തുടങ്ങുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി എത്രത്തോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആളുകളെ സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കുക. നമ്മൾ ഏത് മൂലയിൽ തുടങ്ങിയാലും സ്ഥാപനം വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ നമ്മൾ ക്വാളിറ്റിയുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ അത് മതി അടുത്ത റെഫറൻസുകൾക്ക്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിലെത്തി അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളത്. അപ്പം അത് മതി ഒരു പരസ്യം. അത് അത്രത്തോളം വലിയൊരു പരസ്യം നമുക്ക് സ്ഥാപനത്തിന് കിട്ടാനില്ല. അപ്പം ആ രീതിയിൽ നല്ല സയൻറ്റിഫിക്കായി നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കിട്ടട്ടെ. അതോടൊപ്പം തന്നെ അവർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്ന ആളുകൾ, ചികിത്സ മീൻസ് തെറാപ്പികളൊക്കെ ചെയ്യുന്ന ആളുകളാവുമ്പോൾ അവരെ ആളുകൾ പ്രകീർത്തിക്കും. അതുവഴി നമ്മുടെ ഈ ഒരു സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഈ ഒരു ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ഇവിടെ നടത്തി അത് വൻ വിജയമാകട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ സംരംഭകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഈ ഇതിൻ്റെ ചടങ്ങിന് ആശംസ നേടുന്നതിന് വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷൗക്കത്ത് ലിയാക്കഷൻ. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുട്ടനാട്ടിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു, നമ്മുടെ വേദിയിലുള്ള അല്ലെങ്കിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുള്ള പിതാവ്, അതുപോലെ ഡോക്ടർ മുഹമ്മദ് ഖത്താൻ, വിശിഷ്ട അതിഥികളെ, സ്നേഹം നടന്ന സുഹൃത്തുക്കൾ, തീർച്ചയായിട്ടും നമ്മുടെ കുട്ടനാട്ടി ഗ്രാമപഞ്ചായത്തിന് ഇടപാട പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത നമ്മുടെ അഡ്വക്കേറ്റ് വലിയ സാറ്, അതുപോലെ കുടുംബാംഗങ്ങൾ ഇവരാദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള പ്രദേശത്ത് ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ നമുക്കറിയാം, നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആയുർവേദ ക്ലിനിക്ക് ആരംഭിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം തന്നെ ആവണം നമ്മുടെ പാരാമെഡിക്കൽ ട്രെയിനിങ് എന്ന നിലയിൽ അത് ആരംഭിച്ചുകൊണ്ട് തൊഴിലവസരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലക്കാണ് ഇത് ഇവിടെ ആരംഭിക്കുന്നത്. തീർച്ചയായും തുടക്കം എന്നതിന് പലപ്പോഴും പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് അല്ല, എപ്പോഴും നെഗറ്റീവാണ്. അതിനോടുള്ള വിയോജിപ്പ് കൊണ്ടാവണമെന്നില്ല, മറിച്ച് നമ്മുടെ ഈ പ്രദേശത്തിലൊക്കെ തന്നെ വിവിധ കണക്കുകളൊക്കെ തന്നെ വെച്ചിട്ട് ആ പരിപാടി ഇവിടെ ഏറ്റെടുത്താൽ അത് വിജയിക്കുമോ എന്ന ഒരു തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരുന്നാലും അതിലൊക്കെ തന്നെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് കുര്യൻ സാറ് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇതിൽ കൂടി ഇവിടെ നൽകുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൽ കൂടി ഇവിടെ വിദ്യാർത്ഥികളായിട്ട് വരുന്നവർക്ക് നേരത്തെ നമ്മുടെ ഡോക്ടർ സാർ സൂചിപ്പിച്ചതുപോലെ കിട്ടുന്ന സർട്ടിഫിക്കറ്റും അത് വെച്ചുകൊണ്ട് തന്നെ വിവിധ തലങ്ങളിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുക. ആ നിലയിൽ ഈ സംരംഭം എല്ലാ നിലയിലും വമ്പിച്ച വിജയമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് തുടങ്ങുന്ന നമ്മുടെ പ്രദീപ് സാറിന് എന്ത് ലഭിക്കുമെന്നതിനേക്കാൾ ഉപരി എന്തെനിക്ക് നൽകാൻ കഴിയുമെന്നൊരു ചിന്ത തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ഒരാഗ്രഹം അദ്ദേഹത്തിനും കുടുംബത്തിനും അതിൻ്റെ ഫലം ലഭിക്കുമാറാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. വെറ്റപ്പാറ വാർഡിന്റെ മെമ്പർ ദീപ ആശംസ നേരുന്നു. പരിപാടി അധ്യക്ഷം വഹിച്ച കുട്ടനാട്ടിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഇവിടെ വിറ്റിലപ്പാറ വികാരി അച്ഛൻ, അച്ഛൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം.
ഇപ്പം ഇവിടെ എല്ലാവരും സംസാരിച്ചവരൊക്കെ ഇതേ കൂട്ടി തന്നെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇത് കൂടുതൽ അധികം പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെറ്റിലപ്പാറയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചതിൽ പിന്നെ ഈ ഒരു നമ്മുടെ ഈ പുതിയത്ത് കുടുംബത്തിനെയും ഒരുപാട് അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു മേഖലയിലേക്ക് നമ്മളെ അറിവിലുള്ള എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിലേക്ക്, അതുപോലെ ഈ പാരാമെഡിക്കൽ കോഴ്സ് നല്ലൊരു കോഴ്സാണ്. ഇത് നമ്മുടെ ഈ പുറത്ത് പോയാൽ തന്നെ നല്ല ഈ ഒരു കോഴ്സിന് നല്ല സ്കോപ്പ് ഉള്ളതായിട്ട് ഞാൻ അറിവുണ്ട്, അറിഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഈ പരിപാടി നമ്മൾ വെറ്റിപ്പാറയിൽ ആരംഭിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഇവരെ നമ്മൾ ആദ്യം തന്നെ അഭിനന്ദിക്കണം. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ചടങ്ങിന് ആശംസ നൽകുന്നതിന് ബേബി മാഷ ക്ഷണിക്കുന്നു. ഈ ഉദ്ഘാടന പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുറുങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി, നമ്മുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള താമരശ്ശേരിയുടെ അഭിനന്ദനായ പിതാവ് ബജീർ റിമീജോസ് ഇഞ്ചനാരി, വെറ്റപ്പാറിലെ ചെണ്ടകൃഷ്ണൻ ദേവാലയത്തിന്റെ വികാരി ഫാദർ അരുൺ, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പിതാവ് എൻ കെ ഷൗക്കത്തിരേഖ, മുൻ ബാങ്ക് പ്രസിഡന്റായിട്ടുള്ള കുര്യാക്കോസ്, വ്യാപാരി വ്യവസായ പ്രസിഡന്റായിട്ടുള്ള അൽമോയ റസാക്ക്, മൂന്ന് വാർഡിന്റെയും കിഴക്കാട്ടുപറമ്പ് അതുപോലെ വെട്ടപ്പാറ വടക്കേ വാർഡിന്റെ മെമ്പർമാരായിട്ട് ദിനേഷ്, മുഹമ്മദ് ബഷീർ, ദീപ രവിദാസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വെട്ടപ്പാറ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന് വളരെ ആവശ്യമുള്ളൊരു സംരംഭമായിട്ടാണ്, ഒരു വികസനത്തിന്റെ ഒരു പടവ് കയറാനുള്ളൊരു സംരംഭമായിട്ടാണ് ഈ ആരോഗ്യ ക്ലിനിക് എന്ന രീതിയിൽ ആരോഗ്യരംഗത്തെ ഒരു പ്രധാനപ്പെട്ട മേഖലയായ ആയുർവേദത്തിൽ പരിശീലനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നാടിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ വെറ്റപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ, കുടിയേറ്റ മേഖല ഈ ഗ്രാമത്തിൽ ഉണ്ട്. സഞ്ചരിക്കുവാനുള്ള നല്ല റോഡും വിദ്യാഭ്യാസം പ്രാഥമികം നേടാനുള്ള ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ആരോഗ്യരംഗത്ത് CHS എന്ന രീതിയിലുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. നമുക്കില്ലാതിരുന്ന ഇതുപോലുള്ള പരിശീലനം നൽകുന്ന, ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ UAE പോലുള്ള വിദേശ രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പരിശീലനം സിദ്ധിച്ച ഗവൺമെന്റ് അംഗീകാരമുള്ള ആളുകളുടെ പരിമിതി ഉണ്ടായിരുന്നു. അത് മറികടക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും അല്ലാതെയുള്ള ആളുകൾക്കും പരിശീലനം ലഭിക്കാൻ, ആരോഗ്യരംഗത്ത് ആയുർവേദ രംഗത്ത് പരിശീലനം ലഭിക്കാനുള്ള, അത് വിവിധ ഇനം കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സംരംഭം തുടങ്ങാൻ നമ്മുടെ സെബാസ്റ്റ്യൻ സാറിനും കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല ടീമുണ്ട്. അപ്പം സെബാസ്റ്റ്യൻ സാറിൻ്റെ കുടുംബത്തിന് ഈ സംരംഭത്തിനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ ടീമിനും ഇത് ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. കുര്യാക്കോസേട്ടനെ ആശംസകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുറുങ്ങാട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പിതാവ് ബജീർ ഇഞ്ചനാരി, ചീഫ് ഗസ്റ്റായിട്ടുള്ള മുഹമ്മദ് മർദാൻ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇപ്പോൾ ഡോക്ടറോട് സംസാരിക്കുകയും ഡോക്ടറുടെ ഈ ആയുർവേദ ക്ലിനിക്കിൽ 22 ആളുകളാണ് തെറാപ്പിസ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ചാത്തമംഗലത്ത് 22 തെറാപ്പിസ്റ്റുകളെ വെച്ച് ഒരു ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാധ്യത എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സാധ്യതയെക്കുറിച്ചും കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊരു 75,000 രൂപ മുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ആയുർവേദത്തിലെ തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾക്ക്.
ഞാൻ ഈ കാട്ടുകുളങ്ങര ജയേഷുമായിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭത്തിൽ ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ ഒരുപാട് കലാപുസ്തകം. അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് ഈ നാട്ടിലൊന്നും ആളുകളില്ലാതെ പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ ഒരു യോഗ്യതയുള്ള ആളുകൾ ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ആ അവസരത്തിലാണ് ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി നമ്മുടെ പരിയത്ത് രാജു കുടുംബവും തയ്യാറായിട്ട്. അത് നമ്മുടെ ഈ പ്രദേശത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ തുടങ്ങിയാലും അതിൻ്റെ ഗുണമേന്മയിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നല്ല പ്രാധാന്യമുള്ള ഗുണമേന്മയുള്ള കോഴ്സുകളായിട്ട് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്ത് അതുപോലെ തന്നെ അടുത്ത സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ സാധ്യതയുള്ള ഒരു സ്ഥാപനമായിട്ട് ഇവിടെ നമ്മുടെ ബോർഡിൽ കണ്ടതാണ്. 100% പ്ലേസ്മെൻ്റ് ഉള്ള ഒരു സ്ഥാപനമാണ്, എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത്രമാത്രം ഉള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധിയായിട്ടുള്ള അന്മയ റസാഖാക്ക് ആശംസകൾ. ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവരും സൂചിപ്പിച്ച പോലെ കാലഘട്ടത്തിന് ആവശ്യം അനുസരിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ തൊഴിൽ മേഖലയെ കണ്ടെത്തുവാനും സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനൊക്കെ ഉള്ള ഒരു സംരംഭമായിട്ടാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ എല്ലാവർക്കും ഒരു ആശ്വാസമുള്ള ഒരു സംരംഭമാണ്. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സാറിനെ ഏറെ അഭിനന്ദിക്കുകയാണ്. കാലഘട്ടം ഈ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുവാൻ നമ്മുടെ മക്കൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് അവർ പറയുന്ന ഫീസുകൾ കൊടുത്തുകൊണ്ട് കേരളത്തിലും പുറത്തും ഒക്കെ പോയി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംരംഭം. ബഹുമാന്യനായ നമ്മുടെ ഡോക്ടർ JS സാറ്, അദ്ദേഹം വളരെ ആക്റ്റീവായിക്കൊണ്ട് ഈ സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെ തന്നെ ഇതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ഇത് എല്ലാവർക്കും ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് തൊഴിൽ സാധ്യതകളും നേരത്തെ സൂചിപ്പിച്ച പോലെ ചുരുങ്ങിയ സാലറി തന്നെ നല്ല ഒരു സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നതിലേറെ നല്ല ഒരു സാലറി ലഭിക്കുവാനുള്ള ഒരു കോഴ്സുകളൊക്കെ ഇതിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. നല്ല രീതിയിലൊക്കെ ഇത് പ്രവർത്തിക്കുവാൻ അവർക്ക് കുടുംബത്തിനും സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ ഇതൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ആശംസ നേടുന്നതിന് വേണ്ടി തോമസ് പോൾ സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ, ഉദ്ഘാടനം നിർവഹിച്ച വിദ്യാപിതാവ് കുഞ്ഞാക്ക, വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തികളെ, സദസ്സിലിരിക്കുന്നവരെ, ഇത് വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരികയും അതിൽ നമുക്ക് തന്നെ ചികിത്സ ലഭ്യം. ഞാൻ ചോദിച്ചു, രാജേട്ടനോട് ഞാൻ ചോദിച്ചു, നമുക്കിവിടെ ചികിത്സ ലഭിക്കുമോ എന്ന് ചോദിച്ചു. അതോ വെറും ഒരു കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണോ ചികിത്സ? അപ്പോൾ പറഞ്ഞത് ചികിത്സ ലഭ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ആദ്യത്തെ ഒരു പരീക്ഷണത്തിന് വിധേയമായാലോ എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഈ പഞ്ചകർമ്മ ചികിത്സയിൽ
നമുക്കൊന്ന് തുടങ്ങി ഒന്ന് എന്നാ തുടങ്ങുന്നത് വെച്ചാൽ ഒന്ന് രാജചേട്ടൻ ഒന്ന് വിളിച്ചാൽ മതി. നമ്മൾ തയ്യാറാണ്. അതിൻ്റെ സംവിധാനം ഒന്ന് റെഡിയായാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സ കൂടി നമുക്ക് പ്രദേശത്തുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ശരിക്കും നല്ല ചികിത്സ കിട്ടണമെങ്കിൽ നമ്മൾ കോട്ടക്കലോ അല്ലെങ്കിൽ പറഞ്ഞ ചാത്തമംഗലത്തോ ദൂരെ പോകണം. നല്ല ചിലവുള്ള പരിപാടിയാണ്. അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ താമസം, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചിലവ് വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് യാത്ര ചെയ്യേണ്ട, താമസത്തിന് പൈസ കൊടുക്കേണ്ട, ഭക്ഷണത്തിന് പൈസ കൊടുക്കേണ്ട, ഇവിടെ വരിക, ചികിത്സിക്കുക, വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചികിത്സ ലഭ്യമാകും. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനുള്ള സൗകര്യമുള്ളതായിട്ടാണ് രാജചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ഒരു മാത്രമല്ല നമ്മുടെ പ്രദേശത്തിന് ഒരു പേരിടുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസയും പിന്തുണയും നമ്മൾ സമർപ്പിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നല്ല പോസ്റ്റുകൾ റെഡിയാക്കി തന്നാൽ നമ്മളെല്ലാ ഗ്രൂപ്പിലും ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന നിലയിൽ നമുക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലൊക്കെ കൊടുത്ത് നമുക്ക് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് നല്ല രീതിയിൽ ഒരു പോസ്റ്റ് റെഡിയാക്കി തരിക. നമുക്ക് ധാരാളം ബന്ധങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട്. അവരുടെ എല്ലാം നമുക്ക് കൊടുത്ത് ഇത് നല്ല പബ്ലിസിറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ആശംസ നൽകാൻ മേഴ്സി ചേച്ചിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷിജ ആന്റണി, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതിന്. ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയി നല്ല ശമ്പളമൊക്കെ വാങ്ങി ജീവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് മുന്നോട്ട് വന്ന നമ്മുടെ പുരയത്ത് വക്കീലിനെ ഒത്തിരി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അതിന് കുടുംബാംഗങ്ങളിൽ ഏതായാലും ഇതിന് പ്രധാനപ്പെട്ട മക്കൾ ഇവിടെ ഇല്ലാതെ പോയി. ഏതായാലും അവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. നമ്മൾക്ക് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അൽഫ എന്ന പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരിക്കലും ഇത് താഴേക്ക് പോവുകയില്ല. ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകും. നല്ല രീതിയിൽ നമ്മുടെ ഈ നാടിനതൊരു അഭിമാനമായിട്ട് മാറും. വക്കീലിൻ്റെ ചാച്ചൻ തുടങ്ങി വെച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് സമാപിക്കുകയാണ്. അതിന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജയേഷിനെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മൾ കുറച്ചുകൂടി ഒരു പ്രൗഢഗംഭീരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ വക്കീലിൻ്റെ പ്രത്യേക താല്പര്യമായിരുന്നു വയനാട് ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ നടന്നപ്പോൾ മൈക്ക് അനൗൺസ്മെൻറ്റ് പോലും വേണ്ട എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു കുറച്ച് ജനപങ്കാളിത്തം കുറഞ്ഞത്. എന്നാലും ഉള്ള ആളുകളെ വെച്ച് നമ്മൾ വളരെ മനോഹരമായി തന്നെ ഈ പരിപാടി വളരെ വിജയകരമായി തന്നെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചില ആൾക്കൊരു സംശയമുണ്ട്, ഈ വിറ്റ്ലപ്പാറ ഇതുപോലെയുള്ളൊരു സ്ഥാപനം എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. ഞാൻ ശരിക്കും 16-ാമത്തെ വയസ്സിലാണ് ആയുർവേദ പഞ്ചകർമ്മ പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കിയിലെത്തുന്നത്. അന്ന് ശരിക്കും ആശ്രമം ആയുർവേദ കോളേജ് എന്ന് പറഞ്ഞ ആ ഒരു കോളേജ് മാത്രമായിരുന്നു ആ ഒരു ചെറിയ കുഗ്രാമത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ കോളേജിൻ്റെ പേരാണ് ശരിക്കും ആ ഒരു ജംഗ്ഷൻ പോലുള്ളത്. അത് ഇന്ന് വളർന്ന് വളരെ വിശാലമായ ഒരു ആയുർവേദ ഒരു കോളേജിൻ്റെ രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിക്കും പറയാൻ കഴിയും, ഒരുപാട് ചാൻസുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ആയുർവേദം. നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ എറണാകുളം, പാലക്കാട്, വയനാട് തുടങ്ങിയ 7 ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മുടെ വിറ്റ്ലപ്പാറയുള്ള ഗവൺമെൻറ് സ്കൂളിനെ പോലെ തന്നെ നമുക്ക് സ്നേഹിക്കാം. കാരണം ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും വരുന്നതോടുകൂടിയാണ് ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥാപനത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയെ പോലെ തന്നെ നമുക്ക് ഈ സ്ഥാപനത്തെ സ്നേഹിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അപ്പം എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ബിഷപ്പ് അദ്ദേഹമാണ് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഡോക്ടർ മുഹമ്മദ് ഗുർദാസ് യതിനി ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറാണ്. ഡോക്ടർക്കും എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇപ്പോൾ സദസ്സിലുള്ള അൽമായ റസാഖ് സാറ്, വ്യാപാരി വ്യവസായി എറണാകുളം മണ്ഡലം സെക്രട്ടറി, ബേബി മാഷ്, കുര്യൻ സാറ്, നമ്മുടെ ഓർമ്മേറ്ററി വൈസ് പ്രസിഡന്റ് ഷിജോ സാറ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NK ഷൗക്കത്ത് സാറ്, എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയമാക്കി തീർത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ പേരിലും സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി ആശംസിക്കുന്നു.